ഓർബിറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് സിസ്റ്റം അതിനകത്ത് ഫോർമാറ്റ് ചെയ്ത് കിട്ടേണ്ടതായിട്ടുണ്ട് എങ്കിലാണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ ടോട്ടലിനകത്ത് 100-നും 200-നും ഇടയ്ക്കാണെങ്കിൽ അത് റെഡ് കളറായിരിക്കണം. 200-ഉം 400-ഉം ആണെങ്കിൽ യെല്ലോ, 400-ഉം 600-ഉം ആണെങ്കിൽ ഗ്രീൻ. അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ നമ്മളിവിടെ മാർക്ക് ലിസ്റ്റിൻ്റെ ബേസിൽ പറയുകയാണ്. അപ്പോൾ അതിന് കണ്ടീഷൻ ചെയ്യേണ്ട പോർഷൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ വരിക. അവിടെ ഹൈലൈറ്റ് സെൽ റൂൾസ് ഉണ്ട്. അതിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, അങ്ങനെ പലതുണ്ട്. അപ്പം നമുക്കിപ്പം ബിറ്റ്വീൻ ക്ലിക്ക് ചെയ്യാം. ബിറ്റ്വീനകത്ത് ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് 100-ഉം 200-ഉം ആണെങ്കിൽ അതിന് വേണ്ടിയ ഫോർമാറ്റ് ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ ലൈറ്റ് റെഡ് ആയിരിക്കണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അത് സെലക്ട് ചെയ്തു. ഓക്കെ. ഇനിയും അടുത്ത കണ്ടീഷൻ കൊടുക്കാൻ വീണ്ടും ഹൈലൈറ്റ്, അവിടുന്ന് ബിറ്റ്വീൻ, അവിടെ നമുക്ക് കൊടുക്കാം 201 തൊട്ട് 400 വരെ. അതിന് വേണ്ടിയ ലൈറ്റ് റെഡ് നേരത്തെ കൊടുത്തതാണ്. അപ്പോൾ യെല്ലോ ഫിൽ കൊടുക്കാം. ഓക്കെ. അതിനുശേഷം ഇനി അടുത്ത കണ്ടീഷൻ ഹൈലൈറ്റ്, അവിടെ ബിറ്റ്വീൻ, അവിടുന്ന് 401 അതുപോലെ 600 വരെ. അപ്പോൾ അതിൽ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ. ഇനിയും അതേപോലെ തന്നെ അടുത്ത കണ്ടീഷൻ ഹൈലൈറ്റ്, അവിടുന്ന് ബിറ്റ്വീൻ എടുത്തു 601 തൊട്ട് 800 വരെ. അപ്പം ഈ കിടക്കുന്നതല്ല, നമുക്ക് വേറൊരു കളർ കൊടുത്ത് കസ്റ്റം നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് അത് ഫോർമാറ്റ് ചെയ്യിക്കാം. കസ്റ്റം ഫോർമാറ്റിൽ പോയി അവിടെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളറാണോ വേണ്ടിയതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, അവിടുന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കണ്ടീഷണൽ ഫോർമാറ്റ് ആയിട്ടുണ്ട്. കളറുകൾ ചേഞ്ച് ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചേഞ്ചസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ കളറിൽ അല്ലെങ്കിൽ അതിലെ ഫോർമാറ്റ് മാറും. അപ്പം ടോട്ടലിൻ്റെ ബേസിൽ നമ്മളിവിടെ ഫോർമാറ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എമൗണ്ട് ചേഞ്ചസ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി, അതായത് ആ കണ്ടീഷൻ അനുസരിച്ച് സിസ്റ്റത്തിനകത്തത് ഫോർമാറ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇത് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിൽ ഈക്വലും ബിറ്റ്വീനും എല്ലാം കൊടുക്കാം. അപ്പോൾ ഇതിൽ ടെസ്റ്റിനകത്തും അതെ എമൗണ്ട് വാല്യൂവിന് മാത്രമല്ല ടെസ്റ്റിലും നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഈ കണ്ടീഷണൽ ഫോർമാറ്റിലെ ബിറ്റ്വീന് വെച്ച് പറഞ്ഞത്. അപ്പം നമ്മൾ വളരെ കൂടുതലായിട്ട് ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റ്. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.